പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 3 ആണ്. എ പീക്ക് ബിയോണ്ട് ദ പോയിന്റ് എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള 2 ചാപ്റ്റേഴ്സും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്താണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ദ നീഡ് ഫോർ സ്മോളർ യൂണിറ്റ്സ്, അതായത് ചെറിയ യൂണിറ്റുകളുടെ ആവശ്യകത, അതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. സോനൂസ് മദർ വാസ് ഫിക്സിങ് എ ടോയ്. ഷീ വാസ് ട്രൈങ് ടു ജോയിൻ 2 പീസസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്ക്രൂ. അപ്പോൾ സോനുവിൻ്റെ അമ്മ ഒരു ടോയ് ഫിക്സ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഒരു സ്ക്രൂവിൻ്റെ സഹായത്തോടു കൂടി 2 പീസുകൾ ജോയിൻ ചെയ്യാൻ വേണ്ടി അവൾ ശ്രമിക്കുകയായിരുന്നു. സോനു വാസ് വാച്ചിങ് ഹിസ് മദർ വിത്ത് ഗ്രേറ്റ് ക്യൂരിയോസിറ്റി. സോനു വളരെ കൗതുകത്തോടു കൂടി അവൻ്റെ അമ്മയെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. ഹിസ് മദർ വാസ് അൺഎബിൾ ടു ജോയിൻ ദ പീസസ്. പക്ഷെ അവൻ്റെ അമ്മയ്ക്ക് അത് ജോയിൻ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. സോനു വാസ് വൈ. അപ്പോൾ സോനു ചോദിച്ചു എന്തുകൊണ്ടാണ് കഴിയാഞ്ഞതെന്ന് ചോദിച്ചു. ഹിസ് മദർ സെഡ് ദാറ്റ് ദ സ്ക്രൂസ് വാസ് നോട്ട് ഓഫ് ദി റൈറ്റ് സൈസ്. അപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞു സ്ക്രൂ ശരിയായ അളവിൽ അല്ലെങ്കിൽ ശരിയായ സൈസിലുള്ളതായിരുന്നില്ല എന്ന് പറഞ്ഞു. ഷീ ബ്രോട്ട് അനദർ സ്ക്രൂ ഫ്രം ദ ബോക്സ് ആൻഡ് വാസ് ഏബിൾ ടു ഫിക്സ് ദ ടോയ്. അപ്പോൾ അവൻ്റെ അമ്മ ബോക്സിൽ നിന്ന് വേറൊരു സ്ക്രൂ കൊണ്ടുവന്ന് അത് ഫിക്സ് ചെയ്തു. ദ 2 സ്ക്രൂസ് ലുക്ക് ദ സെയിം ടു സോനു. അപ്പോൾ 2 സ്ക്രൂകളും സെയിം ആയിട്ടാണ് സോനുവിന് തോന്നിയത്. ബട്ട് വെൻ ഹീ ഒബ്സർവ്ഡ് ദം ക്ലോസ്ലി ഹീ സോ ദേ വെർ ഓഫ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ലെങ്ത്. അപ്പോൾ സോനു അതിനെ ഒന്നുകൂടെ അടുത്ത് ഒബ്സർവ് ചെയ്തപ്പോൾ സോനുവിന് മനസ്സിലായി ചെറിയ ഡിഫറൻസ് അതിൻ്റെ ലെങ്തിലുണ്ടെന്ന് സോനു കണ്ടു. സോനു വാസ് ഫാസിനേറ്റഡ് ബൈ ഹൗ മച്ച് എ സ്മോൾ ഡിഫറൻസ് ഇൻ ലെങ്ത് കുഡ് മാറ്റർ സോ മച്ച്. അപ്പോൾ ലെങ്തിലുള്ള ചെറിയ ഡിഫറൻസ് പോലും എത്ര കാര്യമായിട്ടുള്ളതാണ് എന്നുള്ളത് സോനുവിന് ഒരു കൗതുകമായിട്ട് തോന്നി. ഹി വാസ് ക്യൂരിയസ് ടു നോ ദ ഡിഫറൻസ് ഇൻ ലെങ്സ്. അപ്പോൾ ലെങ്തിലെ ഡിഫറൻസിനെ കുറിച്ച് അറിയാൻ അവന് ക്യൂരിയസ് ആയിരുന്നു. ഹി വാസ് ഓൾസോ ക്യൂരിയസ് ടു നോ ഹൗ ലിറ്റിൽ ദ ഡിഫറൻസ് വാസ് ബിക്കോസ് ദ സ്ക്രൂസ് ലുക്ഡ് നിയർലി ദ സെയിം. സ്ക്രൂകൾ ഏതാണ്ട് ഒരുപോലെ ആയിരുന്നതിനാൽ വ്യത്യാസം എത്ര കുറവാണെന്നറിയാനും അവന് വളരെ ക്യൂരിയസ് ആയിരുന്നു. In the following figure, screws are placed above the scale. Measure them and write their length in the space provided. അപ്പോൾ ഇതാ ഇവിടെ ഓരോ സ്കെയിലിൻ്റെ മുകളിൽ സ്ക്രൂ വെച്ചിട്ടുണ്ട്. നമ്മളിതിൻ്റെ ലെങ്ത് എഴുതാനും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ ഇവിടെ നോക്കിയേ, ഫസ്റ്റ് സ്ക്രൂവിൻ്റെ നമുക്കിവിടെ തന്നിട്ടുണ്ട് കണ്ടോ. ഫസ്റ്റ് സ്ക്രൂവിൻ്റെ ലെങ്ത് 2നും 3ക്കും ബിറ്റ്വീനാണ് അല്ലേ. ഇവിടെ മോർ ദാൻ 2.5 സെൻറ്റിമീറ്റർ ബട്ട് ലെസ് ദാൻ 3 സെൻറ്റിമീറ്റർ. ഇവിടെ 2നും 3ക്കും മാത്രമേ നമുക്ക് മാർക്കിങ് തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, 2ൻ്റെയും 3യുടെയും ഇടയ്ക്കാണ് എന്ന് പറയാം. ഇവിടെ നോക്കിയാൽ 2ൻ്റെയും 3യുടെയും കറക്റ്റ് മിഡിലിൽ ഒരു മാർക്കിങ്ങോടെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് 2.5 എന്ന് പറയാം. അപ്പം സ്ക്രൂവിൻ്റെ മാർക്കിംഗ് എവിടെയാണ്, 2.5നും 3ക്കും ബിറ്റ്വീനാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, മോർ ദാൻ 2.5 ബട്ട് ലെസ് ദാൻ 3 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് പറയാം. ഇനി അടുത്തത് നോക്കിയേ, അടുത്തതിൽ ഇവിടെ നോക്കിയേ 2ൻ്റെയും 3യുടെയും ബിറ്റ്വീനാണ്. പക്ഷേ 2ൻ്റെയും 3യുടെയും ബിറ്റ്വീന് 2ൻ്റെയും 3യുടെയും ഇടയ്ക്ക് 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഇതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ പാർട്ടുകളും എന്തായിരിക്കും, 1/10 വെച്ചായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സ്കെയിൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് 0 to 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ഈ സ്കെയിലിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ ഓരോ സെൻറ്റിമീറ്ററിൻ്റെയും ഇടയ്ക്ക് 10 ഈക്വൽ പാർട്സായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ കുഞ്ഞു വരകളും എന്തായിരിക്കും, 10 ഈക്വൽ പാർട്സായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഈ ആദ്യത്തെ വരയെന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ 10 വരകളിലെ ഒരു പാർട്ടാണ്. അപ്പോൾ അതിനെ നമുക്ക് 1/10 എന്ന് പറയാം. അപ്പോൾ ഇതേപോലത്തെ ഓരോ കുഞ്ഞു വരകളും എന്തായിരിക്കും, 1/10 പാർട്ടുകളായിരിക്കും. മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഇതാ ഇവിടെ നോക്കിയേ, 2ൻ്റെയും 3യുടെയും ഇടയ്ക്ക് ഇതുപോലത്തെ 10 വരകളുണ്ട്. അതിൽ 7ാമത്തെ വരയുടെ അവിടെയാണ് നമ്മുടെ സ്ക്രൂവിൻ്റെ ലെങ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ അതെന്തായിരിക്കും, 1/10, 2/10, 3/10, 4/10, 5/10, 6/10, 7/10. അപ്പം
2 സെൻറ്റിമീറ്റർ ലെങ്ത്തുമുണ്ട്, അത് കഴിഞ്ഞിട്ട് 7/10 ലെങ്ത്തുമുണ്ട്. അപ്പോൾ 2 7/10 സെൻറ്റിമീറ്ററാണ് ഈ സ്ക്രൂവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ അവർ തന്നിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്തതിൽ നോക്കിയേ, ഇവിടെ നമുക്കിതിൻ്റെ മെഷർമെൻറ്റ് എന്ത് പറയാം? ഇവിടെ നമുക്ക് ബിറ്റ്വീൻ 3 and 4 എന്ന് നമുക്ക് പറയാം അല്ലേ. ഫസ്റ്റ് വൺ ബിറ്റ്വീൻ 3 and 4 എന്ന് പറയാം. അടുത്തത് നമുക്ക് എന്ത് പറയാം? മോർ ദാൻ 3 ആൻഡ് ലെസ് ദാൻ, എവിടെയാണ്? 3യുടെയും 4ൻ്റെയും ഇടയ്ക്ക് വീണ്ടും ഒരു കുഞ്ഞു വരെയും കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഹാഫ് ആണല്ലേ. അപ്പോൾ ലെസ് ദാൻ 3.5 സെൻറ്റിമീറ്റർ. ഇവിടെ 3 സെൻറ്റിമീറ്റർ എന്നുണ്ട്. ഇനി അടുത്തതിൽ നോക്കിയേ, അടുത്തതിൽ 3 സെൻറ്റിമീറ്റർ വരെ ഉണ്ട് അല്ലേ. പിന്നെ എത്ര കുഞ്ഞു വരകളുണ്ട്? 1 2 അല്ലേ. അപ്പോൾ 1/10 2/10 സെൻറ്റിമീറ്റർ. അപ്പോൾ 3 2/10 സെൻറ്റിമീറ്റർ ആണ് ഈ സ്ക്രൂവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഇനി അടുത്തത്, വിച്ച് സ്കെയിൽ ഹെൽപ്പ് യു മെഷർ ദ ലെങ്ത് ഓഫ് ദി സ്ക്രൂസ് അക്യുറേറ്റ്ലി? വൈ? ഇതിൽ ഏത് സ്കെയിലാണ് സ്ക്രൂവിൻ്റെ ലെങ്ത് കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്തത്, എന്തുകൊണ്ടാണ് എന്ന് പറയണം. ഏതാണ്? ദ തേർഡ് സ്കെയിൽ അല്ലേ. മൂന്നാമത്തെ സ്കെയിലാണ് നമ്മളെ കറക്റ്റായിട്ട് മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടി ലെങ്ത് ചെയ്തത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഈച്ച് യൂണിറ്റ് ലെങ്ത് ഹാസ് ബീൻ ഫർദർ ഡിവൈഡഡ് ഇൻറ്റു 10 ഈക്വൽ പാർട്സ് അല്ലേ. ഓരോ യൂണിറ്റുകളെയും 10 ഈക്വൽ പാർട്സായിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ തേർഡ് സ്കെയിലാണ് കുറച്ചുകൂടെ മെഷർ ചെയ്യാനായിട്ട് ഈസി ആയിട്ട് തോന്നിയത്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് 2 7/10 സെൻറ്റിമീറ്റർ? അപ്പോൾ ഫസ്റ്റ് സ്ക്രൂവിൻ്റെ ലെങ്താണ് 2 7/10 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ മീനിങ് എന്താണ് എന്നുള്ളതാണ് ഇനി പറയുന്നത്. നോക്കിയാൽ, ആ സീൻ ഓൺ the ruler, the unit length between two consecutive numbers is divided into 10 equal parts. ഞാൻ മുകളിൽ പറഞ്ഞു 2 consecutive numbers എന്ന് വെച്ചാൽ അടുത്തടുത്ത് വരുന്ന 2 നമ്പേഴ്സ്. അതായത് ഇപ്പോൾ 0യും 1ഉം എടുക്കാം, അല്ലെങ്കിൽ 1ഉം 2ഉം എടുക്കാം, അല്ലെങ്കിൽ 2ഉം 3ഉം എടുക്കാം. ഇങ്ങനെ അടുത്തടുത്ത് വരുന്ന 2 നമ്പേഴ്സിനെ 10 ഈക്വൽ പാർട്സ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്യുന്നു അല്ലേ. ടു ഗെറ്റ് ദ ലെങ്ത് 2 7/10 സെൻറ്റിമീറ്റർ വി ഗോ ഫ്രം 0 to 2. അപ്പം നമുക്ക് 2 7/10 സെൻറ്റിമീറ്റർ കിട്ടണമെങ്കിൽ 2 7/10 സെൻറ്റിമീറ്റർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 0 തൊട്ട് 2 വരെ നമ്മൾ പോകണം. അതാണ് ഇവിടെ നമ്മൾ കണ്ടത്. 0 തൊട്ട് 2 വരെ പോയി. ആൻഡ് ദെൻ ടേക്ക് 7 പാർട്ട് ഓഫ് 1/10. എന്നിട്ട് 1/10ൻ്റെ 7 പാർട്ടുകൾ നമ്മൾ എടുക്കണം. അത് ഞാൻ നിങ്ങളോട് ഇവിടെ പറഞ്ഞു. ഒരു യൂണിറ്റിനിടയ്ക്ക് 10 ഈക്വൽ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യും. ഓരോ പാർട്ടുകളും 1/10 വീതമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് 7/10 വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലത്തെ 7 1/10കൾ നമ്മൾ എടുക്കണം. മനസ്സിലായല്ലോ. ഇനി 4/10 വേണമെങ്കിൽ എത്ര 1/10 എടുക്കണം? 4 1/10കൾ നമ്മൾ എടുക്കണം. മനസ്സിലായല്ലോ. The length of the screw is 2 centimeter and 7/10 centimeter. Similarly, we can make sense of the length 3 2/10 centimeter. അപ്പോൾ 3 2/10 എടുക്കണേ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 0 തൊട്ട് 3 വരെ പോകണം. പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ 2 അതായത് 1/10ൻ്റെ 2 പാർട്സുകളും കൂടെ നമ്മൾ എടുക്കണം. അപ്പോൾ 2/10 ആകും. അപ്പോൾ 3 2/10 കിട്ടാൻ 0 തൊട്ട് 3 വരെ പോകണം. എന്നിട്ട് 1/10ൻ്റെ 2 പാർട്സും കൂടെ നമ്മൾ എടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. വി റീഡ് 2 7/10 സെൻറ്റിമീറ്റർ ആസ് 2 7/10 സെൻറ്റിമീറ്റേഴ്സ്. എങ്ങനെ വായിക്കാം ഇതിനെ? 2 7/10 സെൻറ്റിമീറ്റേഴ്സ്, 10th സെൻറ്റിമീറ്റേഴ്സ്. ആൻഡ് 3 2/10 സെൻറ്റിമീറ്ററിനെ നമുക്ക് എങ്ങനെ വായിക്കാം? 3 2/10 സെൻറ്റിമീറ്റേഴ്സ്. എങ്ങനെ റീഡ് ചെയ്യാം? 3 2/10 സെൻറ്റിമീറ്റേഴ്സ് നമുക്ക് റീഡ് ചെയ്യാം. റൈറ്റ് ദ മെഷർമെൻറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഷോൺ ഇൻ ദി പിക്ചർ. ഇനി പിക്ചറിൽ കാണിച്ചിട്ടുള്ള ഒബ്ജക്റ്റുകളുടെ മെഷർമെൻറ്റ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നോക്കിയേ, ഫസ്റ്റ് ഒരു ഇറേസറാണ് നമുക്ക് കാണിച്ചിട്ടുള്ളത്. ഇറേസറിൻ്റെ ലെങ്ത് നോക്കിയേ, 0 തൊട്ട് 2 വരെ ഇവിടെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 1/10ൻ്റെ എത്ര പാർട്ടുകളുണ്ട്? 1 2 3 4 പാർട്സുകൾ ഇവിടെ എടുത്തിട്ടുണ്ട് അല്ലേ.
അപ്പോൾ 0 to 2 വരെ പോയിട്ടുണ്ട്. പിന്നെ 1/10ൻ്റെ 4 പാർട്സുകൾ എടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? 2/4 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് പറയാം. ഇറേസറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2/4 സെൻറ്റിമീറ്റർ. ഇനി അടുത്തത് പെൻസിലിൻ്റെ ലെങ്താണ്. പെൻസിലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 0 തൊട്ട് 4 വരെ പോയിട്ടുണ്ട്. അപ്പോൾ 4 സെൻറ്റിമീറ്റർ. ആൻഡ് പിന്നെ എത്രയാണ്? 1/10ൻ്റെ 5 പാർട്ടുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്? 4/5 സെൻറ്റിമീറ്റർ. അടുത്തത് ഇതിൻ്റെ ലെങ്ത്. ഇതെന്താണ്? ചോക്കിൻ്റെ ലെങ്ത് 0 to 1 വരെ പോയിട്ടുണ്ട്. പിന്നെ 1/10ൻ്റെ 1 2 3 4 പാർട്ടുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് വരും? 1/10 സെൻറ്റിമീറ്റർ. 4/10 സെൻറ്റിമീറ്റർ. As seen here, when exact measures are required, we can make use of smaller units of measurement. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടതുപോലെ നമുക്ക് എക്സാക്റ്റ് മെഷറാണ് ആവശ്യമെങ്കിൽ നമ്മൾ എന്ത് തന്നെ എടുക്കണം? മെഷർമെൻറ്റിൻ്റെ സ്മോളർ യൂണിറ്റ് തന്നെ നമ്മൾ യൂസ് ചെയ്യണം. മനസ്സിലായല്ലോ?